നമ്മളിപ്പം വെന്നമുക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു സിറ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം കുറച്ച് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഉണ്ട്. മാരിയറ്റ്, ഫെയർഫീൽഡ് മാരിയറ്റ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ കുറച്ച് ഫാസ്റ്റ് ഫുഡ് പ്ലേസസും കുറച്ച് എക്സിറ്റ്സ് ഉണ്ട് ഈ സ്ഥലത്തോട്ട്. എനിക്ക് തോന്നുന്നൊരു മേജർ ജംഗ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റേ ആ US-95 80 ആയിട്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. US-95 ലാസ് വേഗാസിലോട്ടുള്ള റൂട്ടാണ്. പിന്നെ നോർത്തിലോട്ട് അത് നമ്മുടെ ഇങ്ങോട്ട് ഐഡാഹോയ്ക്ക് പോകുന്ന റൂട്ടാണ്, ഒറേഗൺ, ഐഡാഹോ. അപ്പോൾ ഒരു പഴയ ഫേമസ് റൂട്ടാണ് ഈ US റൂട്ട്സ് ഒക്കെ. US റൂട്ട്സ് നമ്മൾ ഇന്റർസ്റ്റേറ്റ് സിസ്റ്റം വരുന്നതിന് മുന്നേ ഉള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് ഹൈവേസ് ആണ്. കണ്ടില്ലേ, ഇപ്പം ഇത് സ്റ്റില് നമ്മൾ US-95 രണ്ടും കൂടെ ഒരുമിച്ചുള്ള റോഡാണ്. അത് കുറച്ചു നേരം കഴിയുമ്പോൾ US-95 നമ്മൾ ഇതിന്ന് സ്പ്ലിറ്റ് ചെയ്തു പോകും. ഇപ്പോൾ രണ്ട് ഹൈവേ കൂടെ നമ്മൾ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഈ വെന്നമുക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇതാണ്. മെയിനായിട്ട് കുറേ ഫ്യൂവൽ സ്റ്റേഷൻസ് ആണ് ഉള്ളത്. അങ്ങനെ ഇവിടെ കണ്ടില്ലേ, ഈൽഡിങ് യെല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചില സ്ഥലത്ത് കാണാം കേട്ടോ. ഏരിയയിലൊക്കെ ഒരു ഫ്ലാഷിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊരു ഫ്ലൈയിങ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് സ്റ്റേഷനാണ്. ഫ്ലൈയിങ്. ഇതാണ് ഗ്യാസ് സ്റ്റേഷൻ. നമ്മൾ ഒന്ന് നടുവൊക്കെ നിർത്തി. ഇതാണ് സംഭവം. ഇവിടുത്തെ ഗ്യാസ് റേറ്റ് ഒക്കെ ഉണ്ടല്ലേ, ഇവിടെ ഭയങ്കര കുറവാണ്. 4.25 ഉള്ളൂ. ഇതൊരു ചെറിയൊരു ടൗൺ ആണ്. കണ്ടില്ലേ, ഇവിടെ മെഗ്ഡി ഉണ്ട്, ഷെവറോൺ പമ്പുണ്ട്. കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഒരു ഗ്രോസറി ഔട്ട്ലെറ്റാണ്. കണ്ടില്ലേ, വെന്നമുക്ക നെവാഡ ദ സിൽവർ സ്റ്റേറ്റ്. ഇപ്പോൾ നെവാഡ നമ്മൾ അറിയപ്പെടുന്ന സിൽവർ സ്റ്റേറ്റ് എന്നാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു വാനാണ് ഈ കാണുന്നത്. ഈ വാനിൽ എനിക്ക് വന്നൊരു 12 to 15 സീറ്ററാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ച് ഈറ്ററീസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ. കാരണം കൊക്കക്കോള തന്നെ ട്രക്ക് അടിക്കുന്ന പമ്പ് കണ്ടോ. ഈ സെയിം ബ്രാൻഡിൽ തന്നെ ട്രക്സിൻ്റെ ഫ്യൂൽ സ്റ്റേഷനാണ് ആ കാണുന്നത്. ഇതാണ് പ്രിറ്റി മച്ച് ഈ ടൗൺ എന്ന് പറഞ്ഞത്. ഇതാണ് കേട്ടോ, വലിയൊരു സംഭവമൊന്നുമല്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു കസിനോയും നമ്മളിപ്പം റീനോയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എത്രയാണ്, ഒരു 150 മൈൽസോടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് തോന്നുന്നത്. 150 അല്ലെങ്കിൽ 100 മൈൽസ് ഉണ്ടാവും. എന്നിട്ട് ഇനിയിപ്പം നമ്മൾ ബോയ്സി എത്താണ്ട് നമുക്കൊരു വലിയൊരു സിറ്റി ഇല്ല. ഇങ്ങനത്തെ ചെറിയ ഉണ്ടല്ലേ, വെസ്റ്റ് ആണ്. ചെറിയ ഓപ്ഷൻസ് ഉണ്ട് ലോഡ്ജിങ്ങിനും മോട്ടേൽസും കണ്ടല്ലേ, കുറേ കസിനോ ഒക്കെ ഉള്ള. അതൊക്കെ ഉള്ളൂ സംഭവം. ചെറിയൊരു ഡൗൺ ടൗൺ ഏരിയ ഒക്കെ അല്ലേ, ഒരു ഡൗൺ ടൗൺ ആണത്. ഇതൊരു റെയിൽ റോഡ് ടൗൺ ആണ്. റെയിൽ റോഡ് ടൗൺ എന്ന് വെച്ചാൽ റെയിൽ റോഡ് ക്രോസിംഗ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നോർത്തിലോട്ടുള്ള റെയിൽ റോഡ് പോവും, പിന്നെ ഈസ്റ്റും വെസ്റ്റും അങ്ങനത്തെ റെയിൽ റോഡുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ട് വന്ന പഴയ ഒരു ടൗൺ ആണത്. ഇവിടെ നമ്മൾ ഇപ്പം US-95 കയറുവാണ്. നമ്മളിനി I-80 കയറുന്നില്ല. I-80 നേരെ പോകണം. നമ്മൾ അതിന് പകരം ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് 95 ബോയ്സി കണ്ടോ, ഇവിടുന്ന് കണ്ടോ, വ്യൂ കണ്ടോ, ബോയ്സിയിലോട്ട് ഇവിടുന്ന് തിരിയുവാണ് നമ്മൾ. ഒരു അടിപൊളി മലയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ US ബാങ്ക് ഉണ്ട്. ഞാൻ കുറച്ച് ബാങ്കിന് സെർച്ച് ചെയ്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓൺ ദ വേയിൽ. കാരണം നമുക്ക് അവിടെ പേ ചെയ്യാൻ വേണ്ടി ചേസ് ബാങ്കാണ് ഞാൻ നോക്കിയത്. ഇവിടെ ആകെയുള്ളൊരു ബാങ്ക് ഈ സിറ്റിയിലുള്ളത് US ബാങ്കാണ്. ഈ സിറ്റീൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ എഴുതിയിട്ടുണ്ട് കണ്ടല്ലേ, 1866 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിറ്റിയാണിത്. നമ്മളിപ്പം US-95 റൂട്ടിലാണേ. ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച വലിയ 4 ലൈൻ ഹൈവേ ഒക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി സോഫാർ ഹൈവേ ഒന്നുമില്ല. നമ്മൾ ആ 80 മാറിയപ്പോൾ ഇങ്ങനത്തെ ഒരു റൂട്ടാണ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്താണ് 1 ലൈൻ റോഡ്, 1 ലൈൻ എന്ന് പറയാമല്ലോ എഫക്റ്റീവ്ലി ഒരു സൈഡിൽ 70 ആണ് സ്പീഡ് ലിമിറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റോഡ് കാണുന്നത്. ഇത്രയും സ്പീഡ് ലിമിറ്റും ഇത്രയും ചെറിയ റോഡും US-ൽ. ഞാൻ വിചാരിച്ച പ്രിറ്റി മച്ച് ഒരു 4 ലൈനെങ്കിലും വേണം 70 എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എനിക്കൊന്ന് ഇവിടെയൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റുകളിലൊക്കെ അല്ലേ, ഈ നെവാഡയും ഐഡാഹോയും കുറച്ച് സെൻട്രലിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും തീരെ ആൾക്കാരില്ല, ഡെൻസിറ്റി ഭയങ്കര കുറവാണേ. അപ്പോഴത്തേക്കും ഇവരെ കുറേ ലീവേ ഉണ്ട് ഈ ഹൈവേ സ്പീഡ് ലിമിറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇപ്പം ഞങ്ങളിപ്പം പോകുന്നത് 72-73 മൈലിലാണ്. ഫ്രണ്ടിലൊരു ട്രക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് 210 മൈൽസ് നമ്മൾ ഈ റോഡിൽ കണ്ടിന്യൂ ചെയ്തിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്തും. എനിക്കൊന്ന് 210 എന്ന് പറഞ്ഞാൽ ബോയ്സി ഐഡാഹോ ഏരിയയിലെത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂട്ട് 55 മാറും. അതെനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഐഡാഹോ ലോക്കൽ സ്റ്റേറ്റ് റോഡാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം അതെന്താണ്. നമ്മളങ്ങനെ
അടുത്തൊരു ഗ്യാസ് സ്റ്റേഷൻ എത്തി. ഇതൊരു ഫാൻസി ഏരിയ കഴിഞ്ഞു കേട്ടോ. ഈ റോഡൊക്കെ എല്ലാം ഉണ്ടല്ലേ, പമ്പൊക്കെ ഉണ്ടല്ലേ, ഷെവറോണിൻ്റെ പമ്പൊക്കെ പഴയ സെറ്റപ്പ്, പഴയ കാലത്തിലോട്ടൊക്കെ പോയ പോലെ. യാ, ഇത് ഏരിയയൊക്കെ അങ്ങ് ആകെ മാറി. നമ്മൾ ഫുൾ 2 ലൈൻ റോഡായിരുന്നു ഇത്രയും നേരം. ഗൈസ്, ഇത് സ്ഥലം അങ്ങ് മാറി ശരിക്കും. നമ്മുടെ ലാൻഡ്സ്കേപ്പൊക്കെ മൊത്തത്തിൽ. ഞാൻ ഇത് പമ്പ് എന്നൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഷെവറോണൊക്കെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വലിയ ഒരു സെറ്റപ്പുള്ളതാണേ. അല്ല, ഇവിടെ വില ഉണ്ട് അല്ലേ. ഇവിടെ ഗ്യാസിനൊന്നും തീരെ വിലയില്ല. കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നോക്കാൻ പോവാ അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. കുറച്ചും കൂടി മരങ്ങളൊക്കെ ഈ ഏരിയയിലോട്ട് വന്നപ്പോഴത്തേനും. ഇതിപ്പോൾ നമ്മൾ ഒറേഗൺ ക്രോസ് ചെയ്യാൻ പോവാ. ഇവിടെ നിന്നൊരു 0.5 മൈൽസ് എങ്ങാണ്ടുള്ളൂ ഒറേഗണിലോട്ട്. ഒറേഗണിൽ തൊട്ട് മുന്നേ ഉള്ള പമ്പ് അത്. ഇതിപ്പം ഗ്യാസ് അടിച്ചു കഴിഞ്ഞു. ഗ്യാസ് ഫുൾ ടാങ്ക് ആയി നമുക്ക്. ഇപ്പോൾ മിക്കവാറും എനിക്കൊന്ന് ഒറേഗണിൻ്റെ വെൽക്കം ടു വരുമായിരിക്കും. വെൽക്കം ടു ഒറേഗൺ. കണ്ടോ, വെൽക്കം ടു ഒറേഗൺ, താങ്ക്സ് ഫോർ വിസിറ്റിംഗ് നെവാഡ. വാവ്, ഇതൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സാധാരണ റോഡാണിത്. ഇത് ശരിക്കും ഒരു ഇൻട്രസ്റ്റേറ്റിന് വകുപ്പുള്ള ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റേറ്റ് ഇവിടെ ഇല്ലാത്തതെന്നറിയില്ല. കണ്ടില്ലേ, ബോയ്സിക്ക് 183 മൈൽസ്. ഓ മൈ ഗോഡ്. നമ്മൾ ഇനിയും ഉണ്ട്, കിടക്കുകയാണ്. എനിക്കൊന്ന് 2/3 നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കിയാണ് നമുക്കിനി പിടിക്കേണ്ടത്. ഇത് സംഭവമൊക്കെ മാറി. സ്പീഡ് ലിമിറ്റ് സ്റ്റിൽ 70 ആണ്. ട്രക്സിന് 65. അമേസിങ് റൂട്ട് അല്ലേ. നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ഗ്യാസ് ഇനി 100 മൈൽസ് കഴിഞ്ഞാലേ ഉള്ളൂ. ഓഹോ മൈ ഗോഡ്, 100 മൈൽസ്. ഗ്യാസ് എങ്ങാനും തീരുമാനമായിട്ടോ ഇവിടെ. ഞാൻ ഈ ഏരിയനെ പറ്റി ഒന്ന് നോക്കുമായിരുന്നേ. ഇത് ഭയങ്കര ഒരു റിമോട്ട് ഏരിയ ആണേ. സ്പാർസ്ലി പോപ്പുലേറ്റഡ്, തീരെ ആൾക്കാരില്ല അവിടെ. ഈ ഏരിയക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഫോർട്ട് മെക്ഡർമിറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, ഒരു പോസ്റ്റ്. അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ 18th സെഞ്ച്വറിയിലല്ലേ. 18th സെഞ്ച്വറിയിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ 1860s ആ സമയത്തൊക്കെ ഈ US ആർമിയും ഇവിടെയുള്ള നേറ്റീവ് അമേരിക്കൻസ് ആയിരുന്നു. അവരുമായിട്ടുള്ള വാറിൽ US സെറ്റപ്പ് ആക്കിയ ഒരു പോസ്റ്റാണത്. അപ്പം പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീട് ഹിസ്റ്റോറിക്കലായി ഇവിടെ ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെ കുറച്ച് സെറ്റിൽമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഷെഷോണി ട്രൈബ്സും അങ്ങനെയൊക്കെ പറഞ്ഞ്. ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഹാർഡ്ലി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. സൈഡിലോട്ട് ഇടയ്ക്കൊക്കെ കുറച്ച് റോഡ്സ് കാണാം. പിന്നെ കുറച്ച് കാറ്റിൽസിനെ കാണാം കുറച്ച് നേരത്തെ. ഇപ്പം കാറ്റിൽസൊക്കെ ഉണ്ട് ചിലപ്പം അങ്ങോട്ടൊക്കെ. ഈ കാറ്റിൽസിനെയൊക്കെ ആരാ നോക്കുന്നതെന്ന് തന്നെ വലിയ ഐഡിയ ഇല്ല. അങ്ങോട്ടൊക്കെ കാണാം. ഇതിപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പം നെവാഡ ബോർഡർ ക്രോസ് ചെയ്ത് ഒറേഗണിലാണ് നമ്മൾ കറൻ്റ്ലി. ഒറേഗണിലൂടെ ഒരു നല്ലൊരു സെഗ്മെൻ്റ് ഉണ്ട് നമുക്ക്. ഒറേഗണിലൂടെ അത് പാസ് ചെയ്തിട്ട് നമ്മൾ ഐഡാഹോയിലോട്ട് കട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. റൂട്ട് 95, US 95. എനിക്ക് തോന്നുന്നു ഇതിൽ പറയുന്നത് 128 മൈൽസ് ഇനിയും നമ്മൾ ഈ റൂട്ടിൽ പോകണം. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഈസ്റ്റ് ഒറേഗൺ എന്ന് പറയുന്നത് പക്ക റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. കാരണം ഞാൻ വെസ്റ്റ് ഒറേഗണിലൂടെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, പോർട്ട്ലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെ റെയിൻ ഫോറസ്റ്റ് ആണ്, ഈ ഏരിയ വരുമ്പോൾ ഡെസേർട്ട്. നമ്മുടെ കാലിഫോർണിയ പോലെ ഏകദേശം. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് യുണീക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ആട്ടോ. യുണീക്ക് ലാൻഡ്സ്കേപ്പ് കണ്ടോ, ഒരു സാൻഡ് സ്റ്റോണും അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ലാൻഡ്സ്കേപ്പാണേ. റോഡ് പോകുന്ന നോക്കിയേ. അല്ല, ഒരു പഴയൊരു റിവറോ ഡ്രൈ ആയ ഏരിയ പോലെ ഉണ്ട് കണ്ടാൽ. നമ്മൾ കുറേ പോകുന്നു ഇങ്ങോട്ട്. ഇപ്പോൾ ടൈം മാറി, ടൈം സോൺ മാറി ഇവിടെ. അപ്പോൾ നമ്മുടെ കാലിഫോർണിയ ടൈം 1:30 ഇവിടുത്തെ ഈ സ്ഥലത്ത് മൗണ്ടെയിൻ ടൈം സോണാണ്. അപ്പോൾ ഇപ്പം 2:30 ആയി ഇവിടെ. 1 hour ഡിഫറൻസ് ആണ് കാലിഫോർണിയ ആയിട്ട്. അമേരിക്കയിൽ മെയിൻലാൻഡ് അമേരിക്കയിൽ ശരിക്കും പറഞ്ഞാൽ 4 ടൈം സോണാണുള്ളത്. ഒന്ന് പസഫിക് ടൈം സോണ് കാലിഫോർണിയയിലൊക്കെ ഉള്ളത്. പിന്നെ മൗണ്ടെയിൻ ഉണ്ട്. മൗണ്ടെയിന് ഈ അരിസോണ, ഇപ്പോൾ ഐഡാഹോ, ഒറേഗണിലെ കുറച്ച് പാർട്ട്, അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. പിന്നെ നമ്മുടെ ടെക്സാസിലൊക്കെ ഉള്ള സെൻട്രൽ ടൈം. പിന്നെ ഈസ്റ്റേൺ ടൈം ന്യൂയോർക്കും ന്യൂജേഴ്സിയും ഫ്ലോറിഡയൊക്കെ.
പക്ഷെ മാറി, ആകെ കുറച്ച് ഏരിയ ഒക്കെ മാറി. റോഡ് കുറച്ചുകൂടെ ബെറ്ററായി. ഇപ്പോൾ റോഡ് നോക്കിയാൽ റോഡ് കുറച്ചുകൂടെ ന്യൂലി ലേഡ് റോഡാണ്. മറ്റേത് കുറച്ചുകൂടെ ബമ്പി റോഡൊക്കെ ആയിരുന്നേ. അത്രയും സ്മൂത്ത് ഒന്നല്ലായിരുന്നു. ചില സ്ഥലത്ത് റഫ് റോഡൊക്കെ ആയിരുന്നു. റഫ് റോഡ് എന്നൊക്കെ എഴുതി വെച്ച് അത്രയും സ്മൂത്ത് അല്ലായിരുന്നു. നമുക്ക് പക്ഷേ ഇനിയും പോകണം. ഇനിയും നമുക്ക് 1 hour 11 minutes ഉണ്ട് നമുക്ക് ബോയ്സിയിലോട്ട്. ബോയ്സി ഐഡാഹോ. ഹോപ്പ്ഫുള്ളി നമ്മളിപ്പോൾ റീനോ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ ശേഷം ഒരു പ്രോപ്പർ ഒരു സിറ്റി കണ്ടിട്ടില്ല ഈ റൂട്ടിൽ. എത്ര നേരമായില്ലേ? അതൊരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോയ്സി എത്തുന്ന വരെ ഇങ്ങനെയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടില്ലേ 100 miles കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഗ്യാസ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ 100 miles കഴിഞ്ഞിട്ടുള്ള ഗ്യാസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ ഗ്യാസിന് വില കൂടുതൽ. ഈ സ്ഥലത്തിൻ്റെ പേര് ജോർഡൻ വാലി എന്നാണ്. ജോർഡൻ വാലി. ഓക്കെ. അപ്പോൾ ഇതൊരു ഇവിടെ കാണില്ല, ഇവിടെ ഫയർ സ്റ്റേഷൻ കണ്ടുണ്ട്. ഇവിടെ മറ്റേ ഹോഴ്സിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഹോഴ്സിൻ്റെ റൊഡായോ തിങ് എന്ന് വെച്ചാൽ ഈ ഹോഴ്സിൻ്റെ ഓരോ ഷോകളൊക്കെ ഉണ്ടല്ലോ, ജമ്പിങ്ങും ആ പരിപാടികളൊക്കെ, അതൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് ആണല്ലേ, ഒരു സ്റ്റേഡിയം ഒക്കെ പോലെ. ഇതൊക്കെ ഒരു കൗബോയി അങ്ങനത്തെ ഒരു ഏരിയ ആണേ ഇത്. ഇത് ഇവിടുത്തെ ഒരു ജസ്റ്റ് ഒരു പിറ്റ് സ്റ്റോപ്പ് എടുത്താ. അപ്പോൾ കണ്ടില്ലേ ഈ ഏരിയ കണ്ടില്ലേ? എൻ്റെ അമ്മോ, ഭയങ്കര റോഡ് നോയ്സ് ആണ്. പക്ഷെ എന്നാൽ ഇവിടുത്തെ ട്രീസൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. കണ്ടുന്ന നമ്മൾ ഐഡാഹോയിലോട്ട് ക്രോസ് ചെയ്യാൻ പോവാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ബോർഡറാണ് ഇവിടെ. ഇത് റോഡ് ചെറുതാണെങ്കിലും ഒരു സ്റ്റേറ്റ് ബോർഡർ അല്ലേ. വെൽക്കം ടു ഐഡാഹോ. വാവ്, അടിപൊളി. സ്റ്റില് നമ്മൾ സെയിം ഹൈവേയിലാണ്, US 95 തന്നെയാണ്. ഇനി നമുക്ക് ബോയ്സിയിലോട്ട് 61 miles ആണുള്ളത്. നമുക്ക് ബോയ്സി എത്തണ്ട ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ബോയ്സി തൊട്ട് ഇപ്പുറത്തെ സ്ഥലമാണ്. കുറച്ച് അടുത്തുള്ള സിറ്റീസാണ് ഈ ബോയ്സിയും നാംപയും. നാംപ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഡീലർഷിപ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഐഡാഹോ ബോയ്സി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. 30 minutes. ഇവിടെ കുറേ ഫാം ലാൻഡ്സ് ആണേ. നമ്മൾ ആ ഐഡാഹോ ബോർഡറിലോട്ട് കയറിയില്ലേ, അത് കഴിഞ്ഞ് കുറച്ചൊരു ഒരു പാസ് പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഒരു ലോ ലൈങ് ഫാം ഏരിയ ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ സൈൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. ഒരു ബ്ലൂയിഷ് ആണ് എല്ലാ സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഐഡാഹോയിൽ. ഓരോ സ്റ്റേറ്റിനും ഓരോ ടൈപ്പ് കളേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ പാറ്റേൺസ് ഉണ്ടല്ലോ. ഇവിടെ കുറേ ഫാം ലാൻഡ്സ് ഒക്കെ ഉണ്ട്. കാലിഫോർണിയയിലൊക്കെ ഫാം ലാൻഡ്സ് പോലെ ഉണ്ട് കണ്ടാൽ. നല്ല ഫ്ലാറ്റ് ആണ്. ഇപ്പം നമ്മുടെ ആ മലകളൊന്നും കയറിയിട്ട് കാണുന്നേ ഇല്ല. പക്ക ഫ്ലാറ്റ് ഏരിയ ആണ്. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ബാങ്കിലോട്ടാണ്, ചേസ് ബാങ്കിലോട്ടാണ്. ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ റീനോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നെവാഡയിൽ. നമ്മൾ കാലിഫോർണിയൻ ക്രോസ് ചെയ്ത് നെവാഡ എത്തിയ പാടെയുള്ള ടൗൺ ആയിരുന്നല്ലോ റീനോ, കസിനോസൊക്കെ ഉള്ളത്. ആ ടൗണിലെ ചേസ് ബാങ്ക് കഴിഞ്ഞിട്ട് അടുത്ത ചേസ് ബാങ്ക് ഉള്ളത് ഇവിടെയാണ്, ഈ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത്. എന്ന് വെച്ചാൽ ബോയ്സി അടുത്ത്, ഐഡാഹോ ബോയ്സി അടുത്ത്. ഇവിടെ നിന്ന് നമ്മൾ റൂട്ട് 95 തിരിയുവാണ്. റൂട്ട് 55 കയറുക. ഈ റൂട്ട് 95 US റൂട്ടായിരുന്നു. US റൂട്ട് 95. ഇത് ഐഡാഹോവിൻ്റെ റൂട്ടാണ്. കാരണം ഐഡാഹോവിൻ്റെ റൂട്ടിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ, ഐഡാഹോവിൻ്റെ സ്റ്റേറ്റിൻ്റെ ഒരു ചിഹ്നമാണ്, മാപ്പിൻ്റെ ഒരു പടവും പിന്നെ ആ നമ്പറും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒറേഗണിലോ ഏതൊക്കെയോ സ്റ്റേറ്റിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട്. ആ സ്റ്റേറ്റിൻ്റെ ആ മാപ്പിൽ എങ്ങനെയാണ് ഷേപ്പ്, ആ ഷേപ്പും പിന്നെ അവരുടെ നമ്പറും അങ്ങനെ ആ രീതിയിൽ. ഇതിപ്പോൾ കുറേ ഫാം ലാൻഡ്സ് ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ 55 ഇനി നമുക്ക് 17 miles ആണ് പറയുന്നത്. അപ്പോൾ 17 miles നമ്മളെ ബാങ്ക് എത്തും. ഈ ബാങ്കിൽ എത്തിയിട്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു ക്യാഷിയേഴ്സ് ചെക്ക് മേടിക്കും. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇത്രയും എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് ക്യാരി ചെയ്യലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ക്യാഷിയേഴ്സ് ചെക്കാണ് കൊടുക്കാറ്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഡയറക്റ്റ് ഡിപ്പോസിറ്റോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ സാധനമായിട്ട് ഭയങ്കര സിമിലറാണ്. എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ക്യാഷ് ഇക്വലൻ്റ് ആണ് ആ ചെക്ക്, നോർമൽ ചെക്ക് പോലെ അല്ല. അപ്പോൾ അത് നമുക്ക് ചേസ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സാധനം കിട്ടും. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ നമ്മുടെ ഷോറൂമിലോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുന്നു. അതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെൻ്റൽ കാർ റിട്ടേൺ ചെയ്യണം. ഇപ്പോൾ ആകെ മാറി, സിറ്റുവേഷൻ ആകെ മാറി. ഇപ്പോൾ നല്ല ഗ്രീൻ
ഫാം ലാൻഡ്സും റോഡൊക്കെ കുറച്ചുകൂടെ നാരോവറായി, സ്പീഡൊക്കെ കുറച്ച് കുറഞ്ഞു. സ്പീഡ് ലിമിറ്റൊക്കെ 55 ഉള്ളൂ. ഗൈസ്, ഇതൊരു റിവറാണ്. കുറേ നേരത്തിന് ശേഷം റിവർ കണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ റിവറിൻ്റെ പേര് സ്നേക്ക് റിവർ എന്നാണ്. അപ്പോൾ ഇതിൽ ആൾക്കാർക്ക് എനിക്കൊന്ന് ഫിഷിങ്ങും ബോട്ടിങ്ങും പരിപാടിയൊക്കെ ആയിരിക്കും. എന്തോ ബോട്ടൊക്കെ പോയ ഒരു എഫക്റ്റ് ഉണ്ട്. സ്നേക്ക് റിവർ കൊള്ളാട്ടോ, നല്ലൊരു കൺട്രി സൈഡ് ഏരിയ ആണ്. ഞാൻ വിചാരിച്ചാൽ നമ്മൾ ഈ ഇപ്പോൾ ഇനി 14 മൈൽസും കൂടെ ഉള്ളൂ. ആ ഒരു റേഞ്ചിലൊക്കെ എത്തുമ്പോഴത്തേനും ഒരു പ്രോപ്പർ സിറ്റി അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നേ. ഇപ്പോഴും നമ്മൾ ഫാം ഏരിയയിലാണ്. കണ്ടില്ലേ, ഫാം ട്രാക്ടറിൻ്റെ ഒക്കെ പടവും ഫാം ഏരിയ, ഫാം ലാൻഡും റിവറും. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണേ. ഒരു സിറ്റി ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നന്നായിട്ട് പോപ്പുലേഷനൊക്കെ ഉള്ളൊരു സ്ഥലം പോലെയുണ്ട്. അത്യാവശ്യം ആൾക്കാരും ഒക്കെ ഉള്ള ഒരു ഏരിയ പോലെയുണ്ടേ. പിന്നെ നമ്മളെപ്പോഴും കാലിഫോർണിയയിൽ നിന്ന് പോകുമ്പോഴേ ബാക്കി സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലങ്ങളായിരിക്കും എങ്ങോട്ട് ട്രാവൽ ചെയ്താലും, എക്സെപ്റ്റ് മേ ബി ന്യൂയോർക്കോ മേ ബി ടെക്സാസിലെ ആ സിറ്റീസൊക്കെ ഉണ്ടല്ലോ, ഹ്യൂസ്റ്റൺ, ഡാലസ് ഒക്കെ. അതൊക്കെ എക്സെപ്ഷനൊക്കെ ആണെങ്കിലും ബാക്കിയെല്ലാം ഇങ്ങനത്തെ കൺട്രി സൈഡ് സ്ഥലങ്ങളാണ്. ഈവൻ വാഷിങ്ടൺ സ്റ്റേറ്റ് എടുത്താലും സിയാറ്റിൽ കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല വാഷിങ്ടൺ സ്റ്റേറ്റിൽ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല കൃഷിയും വീടുകളും ഫാം ഹൗസുകളും എല്ലാം ആയിട്ട് നല്ല രസമുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ആട്ടോ, നമ്മൾ കാലിഫോർണിയ വിട്ടേക്കുന്ന പ്രോപ്പർ റൂട്ടിലല്ലേ. കാലിഫോർണിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ആദ്യത്തെ ട്രാഫിക് ലൈറ്റാണ് ഈ റൂട്ടിൽ. ഇതൊരു ലോക്കൽ റൂട്ടാണെന്ന് തോന്നുന്നത് പാസ് ചെയ്യുന്നത്. ഇത് കണ്ടല്ലേ, ട്രാഫിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് 600 മൈൽ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പ്രോപ്പർ റൂട്ടിൽ ഒരു ട്രാഫിക് ലൈറ്റ് വരുന്നത്. നമ്മൾ പമ്പിലോട്ട് ഗ്യാസ് സ്റ്റേഷൻ എക്സിറ്റ് എടുത്തപ്പോൾ ഒക്കെ 1-2 സ്ഥലത്ത് ട്രാഫിക് ലൈറ്റ് ഉണ്ടായിരുന്നേ. പക്ഷേ ഇത് മെയിൻ റൂട്ടിൽ ഒരു ട്രാഫിക് ലൈറ്റ് വരുന്ന അത്രയും 600 മൈലിന് ശേഷമാണ്. കണ്ടില്ലേ, ഇവിടത്തെയൊക്കെ വീടുകളുണ്ടോ, ഭയങ്കര ഡിഫറെൻറ്റ് സ്റ്റൈലാണേ. ഇവിടെയൊക്കെ സ്ഥലമൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് മിക്കതും 1 സ്റ്റോറിയൊക്കെയാണ്. 2 സ്റ്റോറിയൊക്കെ കുറവാണെന്നാണ് തോന്നുന്നത്. എല്ലാം 1 സ്റ്റോറി വലിയ വീടുകളാണ്. ഹലോ ഗായ്സ്, നമ്മൾ നാംപ എത്തി കേട്ടോ. നാംപയിലാണ് നമ്മുടെ ബോയ്സീൻ്റെ ഒരു സിസ്റ്റർ ടൗണൊക്കെ പോലെയാണ് ഈ നാംപ. ഐഡാഹോ, നാംപ. ഇവിടെയാണ് നമ്മുടെ ഡീലർഷിപ്പും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ബാങ്കിലോട്ടാണ് പോകുന്നത്. ആ ബാങ്കിൽ പോയിട്ട് നമ്മൾ ചെക്കൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോവാണ്. പെട്ടെന്നാണ് നമ്മളൊരു സിറ്റിയിലോട്ട് എത്തിയത്. നമ്മൾ ഇത്ര നേരം ഫാം ലാൻഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് നമ്മളൊരു ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്സും ഫാസ്റ്റ് ഫുഡ് ചെയിൻസും എല്ലാം പെട്ടെന്നാണ് എത്തിയത്. ഇപ്പോൾ ചിക്ഫിലയൊക്കെ ഉണ്ട് അവിടെ. ചിക്ഫില, പനീറ ബ്രെഡ്, പിന്നെ ഇവിടെ ഗ്രേറ്റ് ക്ലിപ്സ്, സലൂണ്, കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ കണ്ടില്ലേ, ടാർഗറ്റ് ഉണ്ട്, ആഷ്ലി, കോൾസ്, ബെസ്റ്റ് ബൈ, എല്ലാം ഒരുവിധം നമ്മൾ കണ്ടില്ലേ ഒരു ജനറലി US ഒരു സ്റ്റൈലിലോട്ട് വന്നു. നമ്മുടെ US സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കാലിഫോർണിയ അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. മേജർ സിറ്റീസും AT&T കണ്ടില്ലേ, ഓരോ ഷോപ്സും, മാട്രസ് ഫേം. ഇപ്പോൾ നമ്മൾ ഈ ബാങ്കിൽ പോവാം. ബാങ്കിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ക്യാഷിയേഴ്സ് ചെക്കൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്സിലോട്ട് പോവാം. അതാണല്ലേ ചേസ് ബാങ്കും. ഇവിടെ നമുക്ക് ATM ഒക്കെ ഉണ്ട്. ഐഡാഹോ, നാംപ ഐഡാഹോ. നമ്മുടെ ഒരു 10 hour ഡ്രൈവിൻ്റെ ഒരു എഫക്റ്റ് എത്തി ഫൈനലി. വണ്ടിയൊക്കെ നമുക്ക് ലോക്ക് ചെയ്തേക്കാം. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്ര കുറേ നേരത്തേക്ക് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമുക്ക് നോക്കാം, ബാങ്കിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഹോപ്പ്ഫുള്ളി തിങ്സ് വിൽ ബി ഫാസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചേസ് ബാങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാട്ടോ, ഷോറൂമിലോട്ട് പോവാം. ഇതൊരു ഐഡാഹോ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. അവിടെ ഇൻ ആൻഡ് ഔട്ട് ബർഗറൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇൻ ആൻഡ് ഔട്ട് ബർഗർ. അത്യാവശ്യം എല്ലാ സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ കാലിഫോർണിയ, നമ്മുടെയൊക്കെ ഏരിയയിലുള്ള സോണിക് ഉണ്ട്. എല്ലാവിധ സംഭവങ്ങളുണ്ട്. അത്യാവശ്യം ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. ഐഡാഹോൻ്റെ ലൈസൻസ് പ്ലേറ്റ് ഉണ്ടോ ഫ്രണ്ടിൽ, വൈൽഡ് ലൈഫ്, ഒരു മാനിൻ്റെ പടമൊക്കെ ആയിട്ട്. കൊള്ളാം. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പുതിയ സിറ്റി ഏരിയ ഒക്കെ പോലെയുണ്ട് കണ്ടിട്ട്. ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി. നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നൊരു സിറ്റിയാണെന്നാണ് പറയുന്നത് ഈ ബോയ്സി. കണ്ടിട്ടൊരു ഫൺ സ്ഥലം പോലെയുണ്ടേ. കണ്ടില്ലേ, പിള്ളേരൊക്കെ സൈക്കിളിലൊക്കെ പോകുന്നുണ്ടോ. അങ്ങനെ അത്യാവശ്യം ഓപ്പണാണ്. അത്യാവശ്യം സേഫ് നെയ്ബർഹുഡൊക്കെ പോലെയുണ്ട് കണ്ടിട്ടെ. നമുക്ക് ചേസിൽ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കേട്ടോ. മണി ഓർഡറിലോ ക്യാഷിയേഴ്സ് ചെക്ക് നേരെ പോയി ഒരു 5-10 minutes കൊണ്ട് നമുക്ക് സാധനം കയ്യിൽ കിട്ടി. ജസ്റ്റ് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്തു, സാധനം കയ്യിൽ കിട്ടി. അത്ര സ്മൂത്താണ്. അത് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം
ഇന്റർ സ്റ്റേറ്റ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ക്രോസ് ചെയ്ത് വന്നിട്ടും നമുക്ക് ഒരു എൻ്റെ ഇതുപോലും ചോദിച്ചില്ല. എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസോ അത് ID കാർഡോ ഒന്നും ചോദിച്ചിട്ടില്ല. ആകെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒതൻറ്റിക്കേറ്റ് ചെയ്തു, സംഭവം സാധനം കയ്യിൽ കിട്ടി. ഭയങ്കര സ്മൂത്തായിരുന്നു. ഇത് നമ്മൾ കാലിഫോർണിയ ഡബ്ലിനിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഐഡാഹോയിലുള്ള നമ്മുടെ ഷോറൂം നാംപ ബോയ്സി ഐഡാഹോയിലുള്ള ടൊയോട്ട ഷോറൂമിലേക്ക് നമ്മൾ എത്തുവാണ്. ഇനി ഏതാനും ഒരു മിനിറ്റോ അല്ല, 4 മിനിറ്റ് കൂടെ ഉള്ളൂ. 0.7 മൈൽസ്. നമ്മൾ അങ്ങനെ ഒരു ലോങ് ജേണി ആയിരുന്നു. ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ജേണി. പല പല ലാൻഡ്സ്കേപ്പുകൾ, കാലിഫോർണിയ, നെവാഡ സ്റ്റേറ്റ്, ഒറേഗൺ സ്റ്റേറ്റ്, ഐഡാഹോ സ്റ്റേറ്റ്, അങ്ങനെ നമ്മൾ കവർ ചെയ്ത് 10 അവർ ഡ്രൈവിൻ്റെ ഒരു ഫൈനൽ ഫ്യൂ ലൈറ്റ്സ് ആണ്. എനിക്കൊന്ന് മിക്കവാറും കാണാൻ പറ്റുമായിരിക്കും ടൊയോട്ട ഷോറൂമൊക്കെ ഇവിടുന്ന്. നമുക്ക് നോക്കാം. എനിക്കൊന്ന് ഈ ഏരിയ തന്നെ ഷോറൂമുകളുടെ ഒരു ഏരിയ പോലെ കണ്ടില്ലേ? മറ്റേ ഫോർഡിൻ്റെ ഷോറൂം നമുക്ക് കാണാം. പിന്നെ കണ്ടില്ലേ അപ്പുറത്ത് കിയയുണ്ട്, കിയ, കാഡിലാക്ക്, ജനറൽ മോട്ടോഴ്സ് ഉണ്ട്. ഒരു ഷോറൂമിൻ്റെ ഒരു റോഡാണേ. നമ്മുടെ ടൊയോട്ട ഷോറൂം. വാവ്, ഫൈനലി നമ്മൾ അങ്ങനെ ടൊയോട്ടയിലെത്തി. എഡ്മാർക്ക് ടൊയോട്ട, ഇതാണ് നമ്മുടെ സ്ഥലം, നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഫൈനലി നമ്മൾ 10 മണിക്കൂർ, ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 2 പേരും മാറി മാറി ഓടിച്ചു. എൻ്റെ മോനുണ്ട് വണ്ടിയിൽ, 7 വയസ്സേ ഉള്ളൂ. അപ്പൊ അവനെല്ലാം എക്സൈറ്റഡ് ആണ് ഈ ഒരു ജേണി ഇവിടെ എത്താൻ, ആ വണ്ടി ഒന്ന് ഫൈനലി കാണാൻ. ആ കാണുന്നതാണ് എഡ്മാർക്ക് ടൊയോട്ട. അപ്പൊ അവിടുത്തെ സെയിൽസ് പേഴ്സണൊക്കെ കോൺസ്റ്റന്റ്ലി നമ്മൾ കോൺടാക്ട് ഉണ്ടായിരുന്നേ. കാരണം നമ്മൾ ഈ കാലിഫോർണിയയിൽ നിന്ന് വരുന്നതും എല്ലാം പുള്ളി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഫൈനലി അങ്ങോട്ട് നമ്മൾ തിരിക്കുക. വാവ്, ഞാൻ ആദ്യം ചിന്തിച്ചായിരുന്നു നമ്മൾ ഇത്രയും എല്ലാം പോന്നിട്ട് ഇത് വെർത്താണോന്ന്. പക്ഷെ ടോട്ടലി വെർത്താണ് ഗൈസ്. ഇത് ഞാൻ പറയുന്ന ഈ $8,000 മാത്രമല്ല, നമ്മൾ ആ വന്ന റൗട്ടും ആ ഒരു എക്സ്പീരിയൻസും. ഗൈസ്, ഇതാണ് സംഭവം. എഡ്മാർക്ക് ടൊയോട്ട. നമ്മള് അങ്ങോട്ട് ഓടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത്. ഇതാണെന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് നോക്കാം കേട്ടോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Yeah, I'm looking for Sterling. Sterling? Yeah. We got a Sterling in there. Welcome in, guys. Hey. I'll page him for you, okay? Most likely ഇതായിരിക്കും നമ്മുടെ കാറ്. നമുക്ക് നോക്കാം എന്താ സംഭവം. No. Sienna. Yeah, Sterling. How are you today? Is this the one? It's the one, yeah. Oh, yeah. How is it going, man? Yeah, let me grab a key. We can fire it up and take a look at it. Sure, yeah. Yeah. Looking Hop forward. in there and start looking at it. Yeah, sure. Yeah. Here's Nella. ഇത് നമ്മുടെ പുതിയ ടൊയോട്ട. നമ്മൾ ഇത്ര നേരം വന്നത് ഈ ടൊയോട്ട മേടിക്കാനാണ്. എൻ്റെ US ലൈഫിൽ എൻ്റെ ബ്രാൻഡ് ന്യൂ മേടിക്കുന്ന സെക്കൻഡ് കാർ കേട്ടോ അത്. ടെസ്ല മേടിച്ചത് ബ്രാൻഡ് ന്യൂ ആയിരുന്നു. പക്ഷെ എന്നാൽ ഇതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നേ. കാരണം ഇത് നമുക്ക് എന്ന് പറഞ്ഞാലേ കിട്ടാനുള്ളൊരു ഡിമാൻഡ് ഭയങ്കരമായിരുന്നു. മോഡൽ 3 ഒക്കെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്ത് കുറച്ചുകൂടെ ടെക് പ്രോസസ്സാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കംപ്ലീറ്റ്ലി നമ്മൾ പല ഡീലേഴ്സിനെ കോൺടാക്ട് ചെയ്യലും കുറേ ഒരു പ്രോസസ്സ് ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു ഫൈനൽ റിസൾട്ട് ഭയങ്കരമായിട്ടോ. Wow. All right, we'll handle all over there. Hey. Ready to go? Yeah. Fire Okay. up. Did I lock it? Let me just make. So this is looks nice actually, this place. It's a golf course, yeah. Okay. This is our first ride, right? Like in the minivan. ഗൈസ്, ഇത് നമ്മൾ വണ്ടി ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലായി. ഒഫീഷ്യലി കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ റെൻ്റൽ കാർ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വണ്ടി തന്നെ ഇതിൻ്റെ ഡീലർ നമ്മുടെ കൂടെ വരുവാണ്. നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് സാധനമൊക്കെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ. നമ്മൾ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ആ ഫ്രണ്ടിൽ പോകുന്നത് അതല്ല, അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ആ കാണുന്നതാണ് ആ ഹെവി മെറ്റൽ കളറാണ് നമ്മുടെ വണ്ടി. ഹെവി മെറ്റൽ എന്ന് പറഞ്ഞൊരു ഗ്രേഷ് ടൈപ്പ് കളറാണ്. എഡ്മാർക്ക് ടൊയോട്ട നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവർ നല്ല 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 മര്യാദയാണ്. നമ്മൾ അത്രയും ലോങ് ഡിസ്റ്റൻസ് വരുന്നതല്ലേ. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ നല്ല ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഇലക്ട്രിക് മോഡുണ്ട്, ഹൈബ്രിഡ് കാറാണ്. അപ്പോൾ ഹൈബ്രിഡ് കാർ ആയതുകൊണ്ട് ഇലക്ട്രിക് മോഡിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടെസ്ലയൊക്കെ പോലെ ഫീൽ ചെയ്യും ഫസ്റ്റ്.
അപ്പം നമ്മൾ എന്റർപ്രൈസിലോട്ട് പോവാണ്. എന്റർപ്രൈസിൽ പോയിട്ട് നമുക്ക് കാർ ഡ്രോപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് അവരെ ഫോളോ ചെയ്യുകയാണേ. വലിയ പണിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതാണ് ഇവിടെ ഒരു ബെനിഫിറ്റ്. ഈ സെയിം കമ്പനീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്റർപ്രൈസിൽ നിന്ന് അവിടെ നിന്ന് എടുത്തു, ഡബ്ലിൽ നിന്ന് എടുത്തു, നമ്മൾ ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം എക്കണോമിക്കലായിരുന്നു ട്രിപ്പ്. നമുക്ക് കാർ റെൻ്റ് എന്ന് പറയുന്നത് $160 ആയിരുന്നു. അപ്പോൾ ഓവറോൾ അണ്ടർ $250 ആയിട്ടുള്ളൂ നമുക്ക് എക്സ്പെൻസ്. നമുക്ക് ഡബ്ലിൽ നിന്ന് ഇവിടെ ബോയ്സി വരെ വരാൻ മൊത്തത്തിലുള്ള കാറും ഫ്യൂവൽ കോസ്റ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഈവൻ ഫുഡും എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു $250 ആയിട്ടുള്ളൂ ടോട്ടലി. നമ്മുടെ റെൻ്റൽ കാർ ലൊക്കേഷന് ഇതാണ്. ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പം ലെഫ്റ്റ്, ഓക്കെ, നമുക്ക് ഈ ലെഫ്റ്റാണ് എന്റർപ്രൈസ് കാണുന്നില്ലേ, അതാണ് നമ്മുടെ റെൻ്റൽ കാർ ലൊക്കേഷൻ. ചെറിയൊരു സെൻ്റർ ആണെന്ന് തോന്നേ. This was a good one actually. I liked it. You liked it? Yeah, like Good. 600 miles, right? Yeah, I'm glad you liked Thank you. Bye-bye. Oh my god. All right, I love you. I'll talk to you later. So I think you should have enough gas in there to get all the way back. So I don't think it's more than 580 miles, is it? It is Is it? 600 Oh, miles. that's- I have to. ഹലോ ഗായ്സ്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം കേട്ടോ. ഇപ്പോൾ നമ്മൾ കാലിഫോർണിയ പോലെയല്ല, ഇപ്പോൾ ഐഡാഹോ ഒക്കെ കുറച്ചുകൂടെ നോർത്തിലോട്ടാണ് അമേരിക്കൻ്റെ. അതുകൊണ്ട് ഇപ്പോൾ രാത്രി 9 മണിയാണ് ഇവിടെ. നിങ്ങളുടെ സമയം നോക്കിയോ, ഇവിടെ രാത്രി 9:01 സ്റ്റിൽ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. സൺസെറ്റ് ഒന്നും ആയിട്ടേ ഇല്ല. സൺസെറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് വേറെ ഒരു കിടില എക്സ്പീരിയൻസ്. ഈ ഡെസേർട്ടിൽ മഴ പെയ്യുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ദിവസം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് മഴ തീരെ ഇല്ലാത്ത സ്ഥലമാണേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം മഴയുണ്ട്. അല്ല, ഇവിടെയൊക്കെ നല്ല വെറ്റാണ്. ഇവിടെ ദൂരം മുതൽ ഇങ്ങനെ കാണാമായിരുന്നു, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയിൽ ക്ലൗഡൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നേ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ നല്ലൊരു മൂടലുണ്ടായിരുന്നു, ക്ലൗഡി. ഇതിപ്പോൾ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നന്നായില്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലത്തെ അത്യാവശ്യം നല്ലൊരു മഴ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിക്കൊണ്ടിരിക്കുക മഴ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റും കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഓൺ ദ വേ ബാക്ക് ഹോം. നമ്മുടെ വണ്ടിയൊക്കെ അത്യാവശ്യം നനച്ച് ഇങ്ങനെ ഈ മരുഭൂമിയിൽ മഴ പെയ്യുമ്പോഴേ നന്നായിട്ടങ്ങ് പെയ്യും അല്ലേ. നല്ല തണ്ടർ സ്റ്റോം പോലെ ഉണ്ട് കണ്ടിട്ട്. സ്കൈൻ്റെ ഒക്കെ കളർ കണ്ടില്ലേ, ഭയങ്കര ഡിഫറെൻ്റാണ്. ഒരു അപ്പോകാലിപ്റ്റസ് ഒക്കെ പോലെ ഒരു സ്റ്റൈലാണ്. എൻഡ് ഓഫ് ദി വേൾഡ് ഒക്കെ പോലത്തെ ഒരു എഫക്റ്റാണ്.